our next chapter number 5, the Simplex Method 2. ഇതിൽ നമ്മൾ സിംപ്ലെക്സ് ഓൾഗരിതം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നിലായിട്ട് ഈ ചാപ്റ്ററിൽ ഒരുപാട് തിയറീസ് പറയുന്നുണ്ട്. അതിൽ കുറച്ച് നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിംപ്ലെക്സ് ആൽഗോരിതം മുതലാണ്. പക്ഷേ സിംപ്ലെക്സ് ആൽഗോരിതം പഠിക്കാൻ വേണ്ടി തൊട്ട് മുന്നിലുള്ള കുറച്ച് റിസൾട്ട്സ് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഞാൻ ഈ ബേസിക് നോട്ട്സ് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം അത് നോക്കാം. അതിനുശേഷം നമുക്ക് സിംപ്ലെക്സ് ആൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാം. സോ consider a linear programming problem. Maximize Z is equal to C transpose into X subject to the constraints Ax equal to B and X greater than or equal to 0. And we suppose that there exists a basic feasible solution XP so that Bxp equal to B, Xp greater than or equal to 0, where B forms a basis set for the column vectors of A. Then for any column vector Aj belongs to A, Aj can be represented as Aj equal to summation I equal to 1 to M Yij Bi, where Bi belongs to B and Yij are suitable scalars such that Yij belongs to Yj and Yj equal to B inverse into Aj. ഓക്കെ, അതായത് നമുക്ക് തന്നേക്കുന്ന എൽ പി പി maximize Z equal to C transpose into X subject to the constraints X equal to B, X greater than or equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ വി സപ്പോസ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എക്സ് പി എന്നൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സപ്പോസ് ചെയ്യാണ്. ദെൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ വി ഹാവ് പി എക്സ് പി ഈക്വൽ ടു ബി അല്ലേ, വേറെ എക്സ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് പി ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ ദെൻ ബൈ ഡെഫിനിഷൻ ഇറ്റ് സാറ്റിസ്ഫൈ പി എക്സ് പി ഈക്വൽ ടു ബി ആൻഡ് എക്സ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അവിടെ ഈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് വി ഹാവ് ദ മെട്രിക്സ് എ. ഈ എ പറഞ്ഞ മെട്രിക്സിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ കോളം വെക്റ്റേഴ്സ് കൊണ്ട് ഫോം ചെയ്യുന്ന മെട്രിക്സാണ് ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദിസ് മെട്രിക്സ് ബി ഫോംസ് എ ബേസിസ് സെറ്റ് ഫോർ ദ കോളം വെക്റ്റേഴ്സ് ഓഫ് എ. ആൻഡ് ഈ എയിൽ നിന്നും ഞാൻ ഏതൊരു കോളം വെക്റ്റർ എജ് എടുത്താലും ഇഫ് ഐ ചൂസ് എനി കോളം വെക്റ്റർ എജ് ബിലോങ്സ് ടു എ, ദാറ്റ് column vector Aj can be represented as summation I equal to 1 to M Yij Bi. എയിൽ ഏതൊരു കോളം വെക്റ്റർ എടുത്താലും ഈ കോളം വെക്റ്ററിനെ ഈ ബി ഐൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ബി എന്ന് പറയുന്നത് ഒരു ബേസിസ് സെറ്റ് ഫോർ ദ കോളംസ് ഓഫ് എ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എയിൽ ഏതൊരു കോളം വെക്റ്റർ എടുത്താലും ആ കോളം വെക്റ്ററിനെ ഈ ബേസിസ് എലിമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായി എഴുതാൻ പറ്റും. where this Yij are suitable scalars and this Yij belongs to Yj. ഓക്കെ, Yj എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജേത്ത് കോളമാണ്, അതിനകത്തുള്ള എലമെൻറ്റ്സ് ആയിരിക്കും Yij എന്ന് പറയുന്നത്. അതായത് ഇപ്പം സപ്പോസ് ഈ Yijയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? സം Y1j ആൻഡ് Y2j, Y3j, Y4j എക്സെട്ര ബിലോങ്സ് ടു Yj ആയിരിക്കും അല്ലേ. ഐ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് Yij എന്ന് പറയുന്നത് ബിലോങ്സ് ടു Yj ആയിരിക്കും. ആൻഡ് this Yj can be represented as Yj equal to B inverse into Aj. ഈ റിസൾട്ട്സ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി now we replace a basis vector Br from the basis B and introduce a non-basic vector Aj belongs to A in the basis set. Then the new set is also form a basis B cap. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നൗ വി ഹാവ് എ ബേസിസ് ബി. നമുക്കിപ്പോൾ ഒരു ബി പറഞ്ഞൊരു ബേസിസ് ഉണ്ട്. ഇനി ഞാൻ ഈ ബേസിസ് ബിയിൽ നിന്നും ഒരു ബി ആർ എന്നൊരു ബേസിസ് വെക്റ്ററിനെ ഞാൻ റിമൂവ് ചെയ്യണം. ഓർ ഈ ബി ആർ എന്ന ബേസിസ് വെക്റ്ററിനെ ഞാൻ റീപ്ലേസ് ചെയ്ത് അതിന് പകരം എയിലുള്ള ഒരു നോൺ ബേസിക് വെക്റ്റർ എജിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമുക്കൊരു ബേസിസ് ബി ഉണ്ട്. ആ ബേസിസ് ബിയിൽ നിന്നും ഞാൻ ബി ആർ എന്ന ബേസിസ് വെക്റ്ററെ റിമൂവ് ചെയ്തിട്ട് അതിനെ ഞാൻ റീപ്ലേസ് ചെയ്യുകയാണ് ബൈ എ നോൺ ബേസിക് വെക്റ്റർ എജ് ബിലോങ്സ് ടു എ. അങ്ങനെയാണെങ്കിൽ ആ ന്യൂ സെറ്റ്, ഈ എജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ന്യൂ സെറ്റ് എന്ന് പറയുന്നത് എഗെയിൻ അതൊരു ബേസിസ് തന്നെയായിരിക്കും. ആൻഡ് ദാറ്റ് ബി ഡിനോട്ടഡ് ബൈ ബി ക്യാപ്പ്. അതിന് നമ്മൾ ബി ക്യാപ്പ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ബി ക്യാപ്പ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ B1 ക്യാപ്പ് കോമ B2 ക്യാപ്പ് എക്സെട്ര BM ക്യാപ്പ്, വേർ BI ക്യാപ്പ് ഈക്വൽ ടു BI ഫോർ I നോട്ട് ഈക്വൽ ടു R അല്ലേ. അതായത് ഈ ബി ഐ ക്യാപ്പും ബി ഐയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ബി ഐ എന്ന് പറയുന്നത് കോമ്പണൻറ്റ്സ് ഓഫ് ബി ആണ് ആൻഡ് ബി ഐ ക്യാപ്പ് എന്ന് പറയുന്നത് കോമ്പണൻറ്റ്സ് ഓഫ് ബി ക്യാപ്പാണ്.
ബിയും ബി ക്യാപ്പിനകത്തുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ആ ബി ആർ എന്ന വെക്ടറിന് പകരം മറ്റൊരു വെക്ടർ വന്നു എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കി അതിലെല്ലാ കോമ്പണൻസും സെയിം ആയിരിക്കും. സോ ഫോർ ഐ നോട്ട് ഈക്വൽ ടു ആർ വി ഹാവ് ബി ഐ ക്യാപ്പ് ഈക്വൽ ടു ബി ഐ ആൻഡ് വെൻ ഐ ഈക്വൽ ടു ആർ സം ബി ആർ ക്യാപ്പ് ഈക്വൽ ടു എ ജെ. അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത അതും വരും, എ ജിയും വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാവും. ആൻഡ് ദാറ്റ് വി ഡിനോട്ടഡ് ബൈ എക്സ് പി ക്യാപ്പ് ആൻഡ് എക്സ് പി ക്യാപ്പ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ക്യാപ്പ് ഇൻറ്റു പി അല്ലേ. അപ്പോൾ ഇത് ഡെഫിനേഷൻ ഓഫ് ബേസിസ് വെക്റ്റർ. ഇതിന് കറസ്പോണ്ടിങ് വരുന്നത് എക്സ് പി ബാർ ആയിരിക്കും. സോ എക്സ് പി ബാർ ഈക്വൽ ടു ബി ഇൻവേഴ്സ് ബാർ is not bar defined by xp cap equal to b inverse cap into p and its components xbi cap equal to xpi minus xpr into yij divided by yrj and xpr cap equal to xpr divided by yrj. Now we have aj equal to നമുക്കറിയാം ഏതൊരു കോളം വെക്ടർ a നെ എടുത്താലും that aj can be represented as a linear combination of the elements in B. That is aj equal to summation I equal to 1 to m yij bi. Then the number zj equal to summation I is equal to 1 to m cbi yij is called evolution corresponding to aj. Suppose our aj equal to summation I is equal to 1 to m yij bi. Then the number zj equal to summation I is equal to 1 to m cpi yij is called evolution corresponding to aj. And the number zj minus cj is called net evolution corresponding to aj. This is the results that we need. Next we start our next chapter, simplex algorithm. And we have some important notes. The first one, if there is a feasible solution, then there is a basic feasible solution. And the second one, if there is an optimal solution, then at least one basic feasible solution must be optimal. Third one, if we have a basic feasible solution which is not optimal, then there is a procedure to get a new basic feasible solution from it with an improved value of the objective function. And the fourth one, this is very important, and the fourth one is the improved basic feasible solution is optimal if zj minus cj greater than or equal to 0 for all j. And what is zj minus cj? Zj minus cj is the net evolution corresponding to aj. And if for every j ഈ നെറ്റ് ഇവാലുവേഷൻ കറസ്പോണ്ടിങ് ടു എ ജെ പോസിറ്റീവ് ആണെങ്കിൽ, വിച്ച് ഇസ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ, we can say that the improved basic feasible solution is optimal. And if for at least one j for which yij less than or equal to 0 and zj minus cj less than 0, then the improved basic feasible solution is unbounded. അതായത് എല്ലാ നെറ്റ് ഇവാലുവേഷൻ കറസ്പോണ്ടിങ് ടു എ ജെ നെഗറ്റീവ് ആണ്. കൂടാതെ ഈ വി ഹാവ് yij ബിലോങ്സ് ടു jth കോളത്തിലുള്ള എലമെൻറ്റ്സ് ആണ് yij. എല്ലാ yijയും നെഗറ്റീവാണ്. അതുപോലെ തന്നെ എല്ലാ നെഗറ്റീവ് വാല്യൂഷൻ കറസ്പോണ്ടിങ് ടു ajയും നെഗറ്റീവ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദി ഇംപ്രൂവ്ഡ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഈസ് അൺബൗണ്ടഡ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് എ തിയറം 4.7 which states that if yij denote the entry in the column of jth column vector and in the row of the ith basis vector of a given simplex table, then yrj cap equal to yrj by yrs and yij cap equal to yij minus yis divided by yrs for I not equal to r, where yij cap denotes the corresponding entries in the next table. Proof. We know that yij cap equal to b inverse cap aj അല്ലേ. അതായത് ഇതാണ് നമ്മൾ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കുറച്ച് ബേസിക് നോട്ട്സിലുള്ളതാണ്. വി ഹാവ് സം ajനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് ബി ആയിട്ട് നമുക്ക് റിപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ yij എന്ന് പറയുന്നത് സ്കാലാസും ആണെങ്കിൽ നമ്മൾ yjനെ ഡിഫൈൻ ചെയ്തായിരുന്നു അല്ലേ. yij ബിലോങ്സ് ടു yg ആണ്. ആൻഡ് yg ഈക്വൽ ടു
B inverse into AJ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. സോ വി ഹാവ് YIJ ക്യാപ് ഈക്വൽ ടു B inverse ക്യാപ് ഇൻറ്റു AJ ആൻഡ് we have B inverse cap. We have B inverse cap equal to E into B inverse, where E equal to E1, E2, etc. ER minus 1 gamma ER plus 1 etc. EM, where this gamma equal to minus Y1s divided by YRS etc. and rth time this become 1 by YRS and YMS divided by minus YMS divided by YRS. അത് കാരണം സപ്പോസ് നമുക്കൊരു ബേസിസ് ബി ഉണ്ട് ആൻഡ് നെക്സ്റ്റ് ഐ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ബി. ഐ ഫൈൻഡ് ബി ഇൻവേഴ്സ്, ദെൻ ഐ ഫൈൻഡ് ബി ഇൻവേഴ്സ് ക്യാപ്പ്. ബി ഇൻവേഴ്സ് ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ബി ഇൻവേഴ്സിൽ നിന്നും ഏതെങ്കിലും ഒരു ബേസിസ് വെക്ടർ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഒരു നോൺ ബേസിസ് വെക്ടറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ബേസിസ് ആയിരിക്കും ബി ഇൻവേഴ്സ് ക്യാപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇഫ് ഐ മൾട്ടിപ്ലൈ our B with this B inverse cap, we get some E equal to the E1, E2 etc. ER minus 1 gamma ER plus 1 etc. EM. പിന്നെ അത് രണ്ടും ഈ ബിയും ബി ഇൻവേഴ്സ് ക്യാപ്പും ഞാൻ മൾട്ടിപ്ലൈ ആണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടേഴ്സ് ആയിരിക്കും E1, E2 etc. ആൻഡ് അത് ആർത്ത് പൊസിഷനിൽ നമ്മൾ എന്താണോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതാവും. അത് നമ്മൾ എന്താണോ അത് റീപ്ലേസ് ചെയ്തത് അത് ആയി മാറും. ബാക്കിയെല്ലാം ആ സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ് തന്നെ ആയി മാറും. So we have B inverse cap equal to E into B inverse. So I replace the B inverse cap by E into B inverse. So YIJ cap equal to E B inverse into AJ. That is YIJ cap equal to E into B inverse into AJ. That is I group B inverse and AJ together, then I get YIJ cap equal to E into B inverse AJ. That is equal to E into, then what is B inverse AJ? B inverse AJ equal to YJ. So that is equal to YJ. That is YJ cap equal to E into YJ. And this can be represented as matrix form also. That is Y1J cap, Y2J cap etc. YRJ cap etc. YMJ cap equal to, then E into, what is E? E consists of E1, E2 etc. ER minus 1 and gamma ER plus 1 etc. EM. So this is equal to 1000 0100 and rth table എന്തായി മാറും? That is minus Y1R divided by YRS etc. minus YMS divided by YRS. Again some ER plus 1 etc. EM. EM എന്ന് പറയുമ്പോൾ mth table 1 ആയിരിക്കും. So this is 000 some 1 into YJ. YJ means ഈ YJയിലുള്ള എലമെൻറ്റ്സ് Y1J, Y2J etc. ആയിരിക്കും. സോ ഇൻറ്റു Y1J, Y2J etc. YMJ. ആൻഡ് ഓൺ സിംപ്ലിക്കേഷൻ വി ഗെറ്റ് YRJ ക്യാപ് ഈക്വൽ ടു YRJ ഡിവൈഡ് ബൈ YRS. ആൻഡ് നമ്മളിത് ഈ മെട്രിക്സ് ഫോമിൽ എഴുതിയതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. സോ വി ഗെറ്റ് YRJ ക്യാപ് ഈക്വൽ ടു YRJ ഡിവൈഡ് ബൈ YRS ആൻഡ് YIJ ക്യാപ് ഈക്വൽ ടു YIJ minus YIS divided by YRS into YRJ. I equal to 1, 2, 3 etc. M and I not equal to R. So this is our result. This is our proof. Next theorem, theorem 4.8, which states that if a new basic is formed by replacing PR belongs to B with AS, then the new basic solution XP cap is given by XPR cap equal to XPR divided by YRS and XPI cap equal to XPI divided by XPR divided by YRS into YAS, where I not equal to R. അതായത് നമുക്കൊരു ബേസിസ് ബി ഉണ്ട്. ആ ബേസിസ് ബിയിൽ നിന്നും ഒരു ബേസിസ് വെക്റ്റർ പി ആറിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ബൈ എ എസ്. അങ്ങനെയാണെങ്കിൽ the new basic solution XP cap is given by these two. Proof: we have XP cap equal to B inverse cap into B by the definition of a basic feasible solution, and we have B inverse cap equal to E into B inverse. So this is equal to E B inverse into B. Then I group B inverse and B together, then I get this is equal to E into B inverse into B, and we have B inverse into B equal to our XP. So this is equal to EXP, that is XP cap equal to EXP. And if we pre-multiplying XP with E, then we obtain our required result. Okay.